ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഈ എക്സ്പ്രഷൻ ഇടുന്ന കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത്. കാരണം ഞാൻ അവരെ കൊണ്ട് എക്സ്പ്രഷൻ ഇടിയിപ്പിച്ചതാണ്. അതായത് ദുബായിയുടെ പെട്ടി ഓപ്പണിംഗ് വീഡിയോ ആണ് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ. അതായത് അന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ. ഇത് ഒരു പെർഫ്യൂം ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ ഫസ്റ്റ് പെർഫ്യൂമാണിത്, ലേഡീസ് പെർഫ്യൂം. ഞാൻ അങ്ങനെ ആർക്കും വേണ്ടി ഇങ്ങനെ കരുതി കൊണ്ടുവന്നിട്ടില്ല. കാരണം ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വയ്യാണ്ടാണ് ഞാൻ ഇവിടെ വന്നത് ഒരു എമർജൻസി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഓരോരോ ആൾക്ക് വേണ്ടിയെന്ന് ഞാൻ കരുതിയിട്ട് ഒരു സാധനവും വാങ്ങിച്ചിട്ടില്ല. ആകെ മേടിച്ചത് എൻ്റെ കൊച്ചു പിള്ളേർക്കാണ്. എൻ്റെ നിയയ്ക്കും എൻ്റെ സിദ്ധാർത്ഥിനും എൻ്റെ അദ്വൈതിനും ഒക്കെയാണ്. അപ്പോൾ പെർഫ്യൂം ഒരു 4-5 എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഈ പെർഫ്യൂം വന്നിട്ട് ബ്ലൂ ലേഡിയുടെ അമ്മ പറഞ്ഞ് മേടിപ്പിച്ചതാണ്. അതായത് അമ്മയ്ക്ക് ബ്ലൂ ലേഡിയുടെ ഫാനാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് മേടിപ്പിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ 5 പെർഫ്യൂം നിങ്ങൾ കണ്ടെന്ന് തോന്നുന്നു, 4 പെർഫ്യൂംസാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ്. പിന്നിൽ ന്യൂസ് ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തലപതി വിജയ് CM ആയതിൻ്റെ അപ്ഡേറ്റ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവർ രണ്ടുപേരാണ് എനിക്ക് സ്പെഷ്യൽ. ഒരാളും കൂടെ ഉണ്ട്, അതാണ് എൻ്റെ ഫസ്റ്റ് ബേബി. അവന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇവർക്ക് രണ്ടും കൂടെ ചോക്ലേറ്റ്സ് കൊടുക്കുകയാണ്. അതായത് ഒന്ന് നമ്മുടെ സിദ്ധുവിനും ഒന്ന് നമ്മുടെ ശ്രീകുട്ടിക്കും കൊടുക്കുന്ന രീതിയിലാണ്. അപ്പം ഒരു ചോക്ലേറ്റ് അപ്പുറത്ത് കൊടുത്താൽ ഒരു ചോക്ലേറ്റ് ഇപ്പുറത്ത്, അങ്ങനെ ഞാൻ കൊടുത്ത് അവരെ കോംപ്രമൈസ് ചെയ്ത് സെറ്റാക്കി ഇരുത്തുകയാണ്. ചില സമയത്ത് അവർ കീരിയും പാമ്പും പോലെയാണ്. അപ്പം ഒരു പ്രാവശ്യം ശ്രീകുട്ടി കൊടുത്താൽ ഒരു പ്രാവശ്യം സിദ്ധുവിന് കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഡവിൻ്റെ സോപ്പ് പറഞ്ഞ് മേടിപ്പിച്ചത് ഒരാളാണ് അമ്മ. നമ്മൾ ഷവർ ജെല്ല് വാങ്ങിച്ചു കൊടുത്താലും വേണ്ട, ഡവിൻ്റെ സോപ്പ് മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഈ എൻചാൻഡറിൻ്റെ പൗഡർ വാങ്ങിച്ചത് വേറെ ആർക്കുമല്ല. വർഷങ്ങളായിട്ട് ആരൊക്കെ ഗൾഫിൽ നിന്ന് വരുമോ അവരുടെ നിന്ന് എല്ലാവരും പറഞ്ഞ് എൻചാൻഡറിൻ്റെ പൗഡർ വാങ്ങിക്കുന്നത് എൻ്റെ അമ്മാമ്മയാണ്. അപ്പോൾ ഇത് ഒരു ബോയ്സിൻ്റെ വാച്ചാണ്. ഞാൻ ഇവിടെ അടുത്ത് പറയുകയാണ്, ബോയ്സ് കൈ നീട്ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അത് ഒരു കുഞ്ഞു വാച്ച്, കുട്ടി ഒരു ബ്ലൂ കളർ വാച്ച്. അങ്ങനെ ബോയ്സ് കൈ നീട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ കൈ നീട്ടും. അങ്ങനെയാണ്. ഇത് ഗേൾസിനാണ്. ഗേൾ ആരാണ് എന്ന് കഴിക്കുമ്പോൾ എൻ്റെ അനിയത്തി അവളെ കൈ കാണിക്കുകയാണ്. അപ്പം അവന് മേടിച്ചാൽ ഇവക്കും മേടിക്കുമെന്നറിയാം. അതുപോലെ തന്നെ സച്ചുവിനും മേടിക്കും. അപ്പം 3 കളർ പെൻസിൽസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുത്തു. അപ്പം ബാലൻസ് വന്നത് നമ്മുടെ സച്ചുവിന്. അങ്ങനെ മാറ്റി വയ്ക്കുകയാണ്. പാവം അവന് എത്താൻ പറ്റിയില്ല. അവനുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല രസമായിരിക്കും. അപ്പം മറന്നുപോയി, ഈ പെർഫ്യൂമും കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അപ്പോൾ ഈ പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ ഞാൻ ഓക്കെ ഇതും കൂടെ പറയാം. ഇത് ഗേൾ കൈ നീട്ടും എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു യൂണിക്കുണ്ട്, ഒരു പെൻസിൽ ബോക്സാണ്. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചതെന്ന് വെച്ചാൽ ഇന്ന ആൾക്ക് കൊടുക്കാമെന്നല്ല. കുറച്ച് പെർഫ്യൂംസ് എടുത്ത് വയ്ക്കാം, കുറച്ച് ചോക്ലേറ്റ്സ് എടുത്ത് വയ്ക്കാം, പിന്നെ നമ്മുടെ സാധാ ചടങ്ങ് പോലത്തെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ അനിയത്തിക്കും അനിയന്മാർക്കും സ്പെഷ്യലായിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ അത്രയും വലിയ റേറ്റല്ല അങ്ങനെ. അപ്പോൾ അവൾക്ക് പെൻസിൽ ബോക്സ് കൊടുത്തുകൊണ്ട് അവനൊരു ടോയ് കൊടുക്കണമല്ലോ, അങ്ങനെ ഒരു കാറ് മേടിച്ച് കൊടുത്തു. പിന്നെ അവൾ ഒരു ലിപ്സ്റ്റിക് ലവറാണ്. എന്ന് വെച്ചാൽ എപ്പോഴും ലിപ്സ്റ്റിക് ഇടുന്ന ആളൊന്നും അല്ല, പക്ഷേ അവൾക്ക് ലിപ്സ്റ്റിക് കളക്ഷൻസൊക്കെ ഉണ്ട്. അങ്ങനെയാണ് വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പൊട്ടിക്കും. അങ്ങനത്തെ കുറച്ച് കലാവിരുതുകളൊക്കെ ഉണ്ട്. അതാണ് എൻ്റെ അനിയത്തി. അതിനുശേഷം പിന്നെ ഒരു പെർഫ്യൂം, ഇത് ഞാൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്തൊക്കെ അടിച്ച് നോക്കിയതാണ്. അത് ഞാൻ അമ്മ എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ആർക്കും കൊടുക്കണ്ട, നിങ്ങൾ തന്നെ യൂസ് ചെയ്തോന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അമ്മ ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് 1/2 കിലോ മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് മാത്രമായിട്ട് തിന്നാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അമ്മയ്ക്ക് കൊടുക്കുന്നത്. ഇവിടെ ഈ വീഡിയോ ഷൂട്ടിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അവരൊക്കെ ഇങ്ങനെ ആലോചിക്കേണ്ടത് എന്തുവാ കാണിക്കുന്നതെന്ന് അവർ കണ്ട് ചിരിച്ചോണ്ടിരിക്കുകയാണേ. അവിടെ പുറകിൽ വിജയുണ്ട്, വിജയുടെ പ്രസംഗമൊക്കെ നടക്കുകയാണ്. പിന്നെ നമ്മൾ ദുബായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അവിടുത്തെ മോണ്യുമെൻറ്റ് കൊണ്ടുവരണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാധനം, ബുർജ് അൽ അറബിൻ്റെ ഒരു ഗ്ലാസ്, അതിന് പറയണ സ്റ്റാച്ചു, അതിനകത്ത് ലൈറ്റൊക്കെ കത്തും, ജസ്റ്റ് വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സെറ്റ് ഓഫ് ബ്രേസ്ലെറ്റ്, അത് ഗേളാണെന്ന് പറഞ്ഞപ്പോൾ അത് പുള്ളിക്കാരി മേടിച്ച്.
അപ്പോൾ നമ്മൾ ഗേളിന് കൊടുത്തു കഴിഞ്ഞാൽ ബോയ്ക്ക് അടുത്ത കൊടുക്കണം. അത് നമ്മളെ കുഞ്ഞനിയനാണല്ലോ. അപ്പോൾ അവനൊരു കളർ പെൻസിൽ, പിന്നെ ഒരു കമ്മൽ, അതായത് ഒരു കളറ് പോവാത്ത ഒരു ഇമിറ്റേഷൻ റിങ്, ഗോൾഡൊന്നുമല്ല. അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല, അത് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അമ്മയ്ക്ക് ചേരുമെന്ന് വിചാരിച്ചെടുത്തതാണ്. പിന്നെ കുറേ കമ്മൽ ഉണ്ടായിരുന്നു, ഇയറിങ്ങിൻ്റെ ഒരു സെറ്റാണ്. അതിൽ കുറച്ച് ഞാൻ എടുത്ത് എന്നിട്ട് അവർക്ക് കൊടുത്തതാണ്. ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കട്ടെ എന്ന്. പിന്നെ മറ്റേ ലെവലുണ്ട് ഒരു ലിപ് ബാം, അതും കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അത് യൂസ് ചെയ്യും, അതൊക്കെ യൂസ് ചെയ്യും. പക്ഷേ ലിപ്സ്റ്റിക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൂസ് ചെയ്യണ്ട. വല്ലപ്പോഴും ഇപ്പോൾ പാർട്ടിയോ ഫങ്ഷനോ ഒക്കെ ഉള്ളപ്പോൾ മാത്രം കുറച്ചിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇട്ടാൽ മതി. നമുക്ക് ലിപ്സ്റ്റിക് കളക്ഷൻസ് ഉണ്ട്, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് നോർമൽ ഡേറ്റ്സ്, അല്ലാതെ പാക്കറ്റ് ഡേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത് കോമൺ ആയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി. അമ്മയ്ക്കാണ് സ്പെഷ്യലായിട്ട് മറ്റേ ഡ്രൈ ഡേറ്റ്സ് വാങ്ങിച്ചത്. പിന്നെ ഇത് നമ്മുടെ ഒരു കുഞ്ഞ് ഗിഫ്റ്റാണ്. അത് എൻ്റെ അനിയൻ സച്ചുവിന്, അവന് എന്തായാലും വരാൻ പറ്റിയില്ല. അപ്പം ഇതാണ് അവന് മേടിച്ച വാച്ച്. അപ്പം ഇതാണ് അവൻ എന്തായാലും ഇല്ല. അപ്പം ഞാൻ വീഡിയോയിൽ കാണാം. സച്ചു, ദിസ് ഈസ് ഫോർ യു. സച്ചു ഞാൻ പറയുന്നുണ്ട് സച്ചുവിനാണെന്ന്. അപ്പോൾ ഇത് സച്ചുവിനുള്ളത് ഞാൻ കൊടുത്തു വിടും സിദ്ധുവിൻ്റെ. അപ്പോൾ സിദ്ധു പോകുമ്പോഴത്തേക്ക് സിദ്ധു കൊടുത്തേക്കും, അല്ലെങ്കിൽ കാണുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ബാഗ് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട് കുറേ കാലമായി. വാങ്ങിച്ച് വെച്ചിട്ട് ചിലപ്പോൾ ഞാനൊക്കെ കൊണ്ടുപോകും, പക്ഷേ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകും. പക്ഷേ എനിക്ക് എന്നാലും അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ച് വെച്ചതാണ്. പിന്നെ ഇത് അഡിഡാസിൻ്റെ ഷൂ, നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കണ്ടു കാണും. ഇതല്ല, നമ്മൾ ഈ 2 പേർ വാങ്ങുമ്പോൾ ഉള്ള ഓഫറിൽ വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്ക് ഒരേ കളറാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം അമ്മയ്ക്ക് വാങ്ങിച്ച് വെച്ച്. അത് ഷൂ, അഡിഡാസിൻ്റെ ഒരു ഷൂ. ഇതൊരു നോർമൽ ഷൂ. പിന്നെ അമ്മ ഷൂ ലവറാണ്. ഏത് ഡ്രസ്സ് ഇട്ടാലും ഷൂ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് ഷൂസ്, അല്ലാതെ ഹീൽസൊക്കെ ഇടും, അങ്ങനത്തെ ഒരു ഐറ്റമാണ്. പിന്നെ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഞാൻ അവിടെ ഫസ്റ്റ് ദുബായി പോയപ്പോൾ ഞാൻ ബെഡ് സ്പേസിൽ താമസിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ആ ടൈമിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മീന എന്ന് പറയും. പുള്ളിക്കാരി ഇപ്പം വേറൊരു സ്ഥലത്താണ്. അപ്പോൾ ആ ടൈമിൽ ഇവൾ വാങ്ങിയിട്ട് നാട്ടിൽ പോകുമ്പോൾ അനിയത്തിക്ക് കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം അവൾ താങ്ക്സ് ഒക്കെ പറയണുണ്ട്, അങ്ങനെ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തുണ്ടെന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി എന്നിട്ട് ഞാനൊരു ആക്സ് ഓയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്നല്ല 2-3 വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കാണാനില്ല. അതിൻ്റെ ഒരു വെപ്രാളം വരവേശം. അങ്ങനെ ആ ബാഗിനകത്തുനിന്ന് ഒരെണ്ണം കിട്ടി. പക്ഷെ ഒരെണ്ണം എവിടെയോ എന്തിൻ്റെയോ ഇടയിൽ ഇതായിട്ടുണ്ട്, സ്റ്റക്കായി കിടപ്പുണ്ട്. അങ്ങനെ ഞാൻ ആകെ കുറച്ച് ഡ്രസ്സ് ഇവിടെ യൂസ് ചെയ്യാൻ കൊണ്ടുവന്നുള്ളൂ. കാരണം ഞാൻ മെയിനായിട്ട് വരുന്നത് ഹോസ്പിറ്റലിൽ പോവാനാണ്. ഹോസ്പിറ്റലിൽ പോവുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അതിനാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ബംഗ്ലാദേശി, ദുബായിൽ തന്നെയാണ്. അതിൽ പുള്ളിക്കാരനെ കൊണ്ടുവരാൻ പറ്റിയില്ല, ലീവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. ഓക്കെ. പിന്നെ നല്ല നല്ല ഇതുപോലുള്ള വീഡിയോസ് വരുന്നതാണ്. ഷോർട്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. ബായ്.